എങ്കിൽ എന്നോട് പറ. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. നാണം വന്നപ്പോ സാറ്റ് കളിക്കണ്ട. സാറ്റേ ഇത് സാറ് കണ്ടടാ. നിന്നെപ്പില്ലാണ്ടായെങ്കി നീ എന്താ മുഖം പൊത്തിയത്? മോനെ സാറ് ചോദിച്ചു ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. നീ എന്താ തിരിക്കലട കള്ള. അനീഷ്, ഒരു പ്രണയമണം തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു കണ്ട ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. എല്ലാ യുദ്ധത്തിന്റെ അവസാനത്തിലും ഒരു സന്ധി സമാധാനമൊക്കെ ഉണ്ടാവാറുണ്ട്. അനീഷ്, ഒരു പ്രണയമണം തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ഫീല് തോന്നി, അപ്പൊ അത് പറഞ്ഞു. വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. എടാ മൂക്കി പല്ല് കളുത്തില്ല നിനക്ക്. നിന്റെ മകളാകാൻ പ്രായമില്ല അവക്ക്. പ്രായം കല്യാണത്തിനൊരു തടസ്സമല്ല. എടാ ജെമിനി ഗണേശൻ 74-ാം വയസ്സിൽ 24-കാരിയെ കെട്ടി. എലിസബത്ത് ടൈലർ 85-ാം വയസ്സിൽ 25-കാരനെ കെട്ടി. ഒരു ഫീല് തോന്നി, അപ്പൊ അത് പറഞ്ഞു. ഈ ലോകത്ത് ഈ പിശാചികളുണ്ട്, വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ഞാൻ മലം മുട്ടി നിൽക്കുന്ന ആനയാണ്. എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ. എനിക്ക് കെട്ടാൻ മുട്ടിയിരിക്കാണ്. എന്നെ തടയരുത്. അനുമോൾ, എന്താ ലാലേട്ടാ? എന്തൊക്കെയുണ്ട് വിശേഷം അനുമോൾ? നല്ല വിശേഷം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നത്. ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ? ഓടുന്ന ബസിന്റെ ചിരിക്കുന്ന പെണ്ണിന്റെ പുറകെ പോകരുത് സൂര്യ. പക്ഷെ ഞാൻ ഈ പെണ്ണിന്റെ പുറകെ പോവും. നിന്റെ ബോഡി മൊത്തം വീക്കാ. അതിനേക്കാൾ വീക്ക്നെസ് എനിക്ക് കുട്ടി. ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ? എനിക്കറിയാം, എനിക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്ന് കരുതി താൻ എന്നെ ഇഷ്ടപ്പെടുന്നതല്ലോ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് നീങ്ങാം. ഞാൻ തനിക്ക് കുറച്ച് സമയം തരാം. അതിനുള്ളിൽ താൻ തന്റേതായ രീതിയിൽ തനിക്ക് അറിയാവുന്ന പണി മുഴുവൻ പണിതോ